കൗമാരക്കാരായ പെൺകുട്ടികൾ ലൈംഗികാസക്തി നിയന്ത്രിക്കണമെന്ന് ഉപദേശം ഹൈക്കോടതിയുടേതാണ്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉപദേശം മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പോക്സോ കേസിലെ യുവാവിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ 2 മിനിറ്റ് സന്തോഷത്തിനായി വഴങ്ങുന്നതിന് പകരം അവരുടെ ലൈംഗികാസക്തി നിയന്ത്രിക്കാനാണ് കൊൽക്കത്ത ഹൈക്കോടതി പെൺകുട്ടികൾക്ക് ഉപദേശം നൽകിയത്. ഈ ഉപദേശവും വിധിയും ഒടുക്കം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു. പിന്നീട് സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുന്നു. ഉപദേശ പരാമർശം ഉൾപ്പെട്ട വിധി കഴിഞ്ഞ ദിവസം റദ്ദാക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഇതേ സ്വഭാവത്തിലുള്ള വിധി പ്രസ്താവങ്ങൾ രാജ്യത്തെ പല ഹൈക്കോടതികളിൽ നിന്നും മുൻപും ഉണ്ടായിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതി ഒരു റേപ്പിസ്റ്റിന് ജാമ്യത്തിനുള്ള വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയ കണ്ടീഷൻ റേപ്പ് ചെയ്യപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്നതാണ്. മധ്യപ്രദേശ് ഹൈക്കോടതി ലൈംഗികാതിക്രമം നടത്തിയ പുരുഷന് ലൈംഗികാതിക്രമം നേരിട്ട പെൺകുട്ടിയുടെ കയ്യിൽ രാഖി കെട്ടിക്കൊടുത്തുകൊണ്ട് ജാമ്യം നൽകാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. രാജ്യത്ത് നടക്കുന്ന റേപ്പ് കേസുകളിൽ ഇരയെയും വേട്ടക്കാരനെയും വിവാഹം കഴിപ്പിച്ച് കേസ് അവസാനിപ്പിക്കാനുള്ള മീഡിയേഷനുകൾ ഒരു പ്രധാന നടപടിയാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ തന്നെ ഇത്തരം കേസുകൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊൽക്കത്ത ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുമ്പോൾ പറഞ്ഞത് ഹൈക്കോടതിയുടെ വിധി ഹൈലി ഒബ്ജക്ഷണബിൾ ആൻഡ് കംപ്ലീറ്റ്ലി അൺവാറന്റഡ് എന്നാണ്. ജഡ്ജിമാരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ വിധിയെ സ്വാധീനിക്കാൻ പാടുള്ളതല്ലെന്ന്. ഹൈക്കോടതി വിധി അനുച്ഛേദം 21 പരിധിയിൽ കൗമാരക്കാരുടെ അവകാശത്തെ ഹനിക്കുന്നുണ്ടെന്നും സുപ്രീം കോടതി കണ്ടെത്തി. രാജ്യമെമ്പാടുമുള്ള കോടതികളിൽ വിക്ടിം ഷെയ്മിങ്ങും സ്റ്റീരിയോ ടൈപ്പിങ്ങും വ്യാപകമായി ഉണ്ടെന്നും അത് എതിർക്കപ്പെടേണ്ടതാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ പ്രതിയെ IPC സെക്ഷൻ 363 പരിധിയിൽ കിഡ്നാപ്പ് ചെയ്തതിനും സെക്ഷൻ 366 പരിധിയിൽ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്യാൻ പ്രേരിപ്പിച്ചതിനും പോക്സോയുടെ സെക്ഷൻ 6 പരിധിയിൽ ലൈംഗികാതിക്രമത്തിനും ട്രയൽ കോടതി ശിക്ഷിച്ച കുറ്റവാളിയെയാണ്. സുപ്രീം കോടതി വിധിയുടെ എസൻസ് ഹൈക്കോടതി ഫാക്റ്റിനും മെറിറ്റിനും അപ്പുറം ഉപദേശങ്ങളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു കേസ് വരുന്നു. നിലവിലെ കേസ് പോക്സോയുടെ പരിധിയിലുള്ള ക്രിമിനൽ കേസാണ്. കേസിൽ പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാരിയും എതിർകക്ഷി 25 വയസ്സുള്ള പുരുഷനുമാണ്. ഇവിടെ നിത്യേന സംഭവിക്കുന്ന ലൈംഗികാതിക്രമ കേസ് കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ലൈംഗികാസക്തി കൂടിയത് കൊണ്ടല്ല. രാജ്യത്താകമാനം സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമങ്ങൾ മിനിറ്റിനും മണിക്കൂറിനുമിടയിൽ സംഭവിക്കുന്ന വിധം സ്വാഭാവികമാകുന്ന കാലത്ത് സ്ത്രീകളോട് പെൺകുട്ടികളോട് ലൈംഗികാസക്തി കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രശ്നബാധിതമാണ്. സംസ്ഥാനത്തെ ഉയർന്ന ഭരണഘടനാ കോടതികളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്നത് അതിലും വലിയ വൈരുദ്ധ്യമാണ്. ഇത്തരം വിധി പ്രസ്താവങ്ങൾ രാജ്യമെമ്പാടുമുള്ള കോടതികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. വനിതാ ന്യായാധിപരുടെ എണ്ണം പോലും നമ്മുടെ രാജ്യത്തെ കോടതികളിൽ അനുപാതത്തിന് നിരക്കുന്ന രീതിയിലില്ല. ഹൈക്കോടതികളിലെ ജഡ്ജിമാരുടെ എണ്ണത്തിൽ എത്ര വനിതകളുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ഈ വിടവ് മനസ്സിലാകും. ജെൻഡർ സെൻസിറ്റിവിറ്റിയോട് കൂടി സോഷ്യൽ കോണ്ടെക്സ്റ്റുകൾ പ്രശ്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി ചേർത്ത് വയ്ക്കാൻ സാധിക്കാതെ വരുന്നു എന്നതും സംവിധാനത്തിന്റെ പരാജയമാണ്. ലൈംഗിക ആസക്തി നിയന്ത്രിക്കണമെന്ന് പറയുന്ന ഹൈക്കോടതികൾ ഉണ്ടെങ്കിൽ ലൈംഗികാതിക്രമ കേസുകളിൽ പോലീസിൽ പരാതിപ്പെടുന്നതിൽ നിന്ന് പെൺകുട്ടികൾ പിന്മാറും. കാരണം അതും ലൈംഗികാസക്തി എന്ന ജനറലൈസേഷനിൽ നിങ്ങൾ കൊണ്ടുവന്നേക്കും. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി റദ്ദ് ചെയ്ത് കേസ് വീണ്ടും റീസ്റ്റോർ ചെയ്തത് മികച്ച മാതൃക തന്നെയാണ്. ഇരയെ വിവാഹം കഴിക്കുന്നതും രാഖി കെട്ടി കുറി തൊട്ട് പരസ്പരം കൈ കൊടുക്കുന്നതും ലൈംഗികാതിക്രമ കേസിൽ ബെയിൽ കണ്ടീഷനായി ഒരു കാലത്തും വരരുത്.